Hello, welcome back to my channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇഫ്താർ സ്നാക്ക് കട്ട്ലേറ്റ് ആണ്. നല്ല അടിപൊളി ചിക്കൻ കട്ട്ലേറ്റ് ആണ്. എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയായിരിക്കും കട്ട്ലേറ്റിന്റെ. എന്നാലും ചിലരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ ഒരു ഫില്ലിംഗ് ഷേപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് കുഴഞ്ഞു പോകുന്നതായിട്ടും അതുപോലെ തന്നെ എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് പൊട്ടി പോകുന്നതായിട്ടൊക്കെ. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടെ ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ അറിയുന്നവരാണെങ്കിൽ കൂടി ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആവും. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല പുറംഭാഗം നല്ല മുരിഞ്ഞ നല്ല അടിപൊളി കട്ട്ലേറ്റ് നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ കുക്കറിലിട്ടൊന്ന് വിസിലടുപ്പിച്ചെടുത്തതാണ്. നമ്മൾ കട്ട്ലേറ്റിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കുന്ന സമയത്ത് കട്ട് ചെയ്തിട്ട് പുഴുങ്ങിയെടുക്കരുത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ അതിൽ കുറച്ച് വെള്ളം കയറാൻ സാധ്യതയുണ്ട്. ഇതുപോലെ കട്ട് ചെയ്യാതെ വേണം പുഴുങ്ങിയെടുക്കാനായിട്ട്. ഇതിപ്പോൾ ഞാനിവിടെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ട് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ലപോലെ ഉടച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ 250 ഗ്രാം ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാനിതിലേക്ക് 250 ഗ്രാം ചിക്കനും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കനും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കുക്കറിലൊന്ന് വേവിച്ചെടുത്തതാണ്. അപ്പോൾ എല്ലില്ലാത്ത ചിക്കൻ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇതിവിടെ എല്ലില്ല ചിക്കനാണ്. അപ്പോൾ ഈ എല്ലൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൈ വെച്ചിട്ട് പിച്ചിട്ടും എടുക്കാം, അതല്ലെങ്കിൽ ഇതുപോലെ ക്രഷ് ചെയ്തിട്ടും എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 2 സവോള ഇതുപോലെ കൊത്തി അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കട്ട്ലേറ്റിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയെടുക്കുമ്പോൾ എപ്പോഴും സവോള ഇതുപോലെ കൊത്തി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കണം. വലുതായിട്ട് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഷേപ്പ് ചെയ്തെടുക്കാൻ കഴിയൂല കേട്ടോ. ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ട്ലേറ്റിലേക്ക് വേണ്ടിയാവുമ്പോൾ ഈ ഒരു കറിവേപ്പിലൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ നമുക്ക് നല്ല വൃത്തിയിൽ ഷേപ്പ് ചെയ്തെടുക്കാൻ കഴിയുന്നത്. ഇതിലേക്ക് പെട്ടെന്നൊന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ സവോള അവിടെ വഴറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ബ്രൗൺ നിറം ആവുന്നതിനൊന്നും വഴറ്റി എടുക്കണ്ട, ഇതുപോലെ ചെയ്താൽ മതി. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്ന വരെ നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അപ്പോൾ കുറച്ചും കൂടി വലിയ വലിയ പീസ് വേണമെന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ടൊന്ന് പിച്ചെടുത്താലും മതി. അപ്പോൾ ഇതുപോലെ ചിക്കനും ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇതിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 250 ഗ്രാം ചിക്കനിലേക്ക് 250 ഗ്രാം ഉരുളക്കിഴങ്ങ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ കട്ട്ലേറ്റ് എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ചിക്കനും ഉരുളക്കിഴങ്ങും ഒരേ അളവിലെടുക്കാം. ചിലരൊക്കെ ഉരുളക്കിഴങ്ങ് ഒരുപാട് എടുത്തിട്ട് ചിക്കൻ കുറച്ചെടുക്കുന്നതായിട്ട് കാണാം. അപ്പോൾ അങ്ങനെയും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഒറിജിനൽ കട്ട്ലേറ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു കിഴങ്ങ് നല്ലപോലെ മിക്സ് ചെയ്ത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ചൂടൊന്നും മാറിയ ശേഷം നമുക്കിത് കൈ വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോഴാണ് ആ ഉരുളക്കിഴങ്ങൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുകയുള്ളൂ. അപ്പോൾ ഞാനിവിടെ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ടിയിട്ട് 2 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ വേണം. അതും കൂടെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെ ഒരു ബോട്ടിലിൻ്റെ അടപ്പ് വെച്ചിട്ടാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. കയ്യിൽ വെച്ചിട്ട് ചെയ്തെടുത്താലും മതി. ഇതുപോലെ ചെയ്യുമ്പോൾ എല്ലാം ഒരേപോലെ തന്നെ കിട്ടും. എന്നിട്ട് അതിലൊരല്പം എണ്ണ പുരട്ടി കൊടുത്തിട്ട് അതിലേക്ക് ഈ ഒരു മാവിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ ഒന്ന് കയ്യിലേക്ക് കൊട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഷേപ്പ് തന്നെ നമുക്ക് കട്ട്ലേറ്റ് കിട്ടും. അപ്പോൾ ഒന്നിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ആദ്യം ഈ ഒരു മുട്ട മിക്സിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നന്നായിട്ട് തന്നെ കോട്ട് ചെയ്യണം. അപ്പോഴാണ് നല്ലതായിട്ട് മുരിഞ്ഞ് കിട്ടുള്ളൂ. ഇതുപോലെ മുഴുവനായിട്ടും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ പാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ചൂടായ ശേഷം പിന്നെ അത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചൂടൊന്ന് കുറച്ചെടുക്കണം. ഓയിൽ നന്നായിട്ട് ചൂട് കൂടിയാലും അതുപോലെ ചൂട് തീരെ കുറഞ്ഞാലും കട്ട്ലേറ്റ് പൊട്ടിപ്പോവും. അപ്പോൾ ഒരു മീഡിയം ചൂടിലാണ് ഈ ഒരു കട്ട്ലേറ്റ് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഓയിൽ ചൂടാക്കി എടുക്കേണ്ടത്.
നന്നായിട്ട് തന്നെ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിടുന്നതോടുകൂടി തന്നെ അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. തീരെ ചൂട് കുറഞ്ഞാലും അത് അതിൽ കിടന്നിട്ടും പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു ഭാഗം മൊരിഞ്ഞ ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് മൊരിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ കട്ട്ലേറ്റിന് മറ്റ് സ്നാക്സുകളെ പോലെ ഒരുപാട് സമയം ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. രണ്ട് ഭാഗം ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള ഫില്ലിങ്സ് ഒക്കെ വേവിച്ചതായതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും ചുട്ടെടുക്കാം. അപ്പോൾ നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒറിജിനൽ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ഒരു തവണയെങ്കിലും തയ്യാറാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്